പ്രാർത്ഥിക്കുന്നവനോ അവൻ പുനരുദ്ധരിക്കും. ചാരത്തിൽ നിന്നവൻ പുതുക്കിപ്പണിയും. നിങ്ങളുടെ കുടുംബം തകർന്നു പോയതാണോ, ജീവിതം തകർന്നതാണോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ അത് പുനരുദ്ധരിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ്റെ കരം ദൈവത്തിൻ്റെ കരമായി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ സ്വരമായി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി മാറും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ശാലോം TV-യിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിമല പാതയിൽ എന്ന വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായി അനുഗ്രഹീത ശുശ്രൂഷയുടെ 17ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 16 ദിവസം പ്രാർത്ഥനയോടെ നമ്മൾ ചിന്തിച്ചതും ഒരുങ്ങിയതും ധ്യാനിച്ചതുമായ വചനങ്ങൾ ഒട്ടനവധിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ നടന്നു നീങ്ങുന്ന, കുടുംബത്തോടെ ഒരു കൂട്ടായ്മയായി പ്രാർത്ഥനയോടെ നീങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകളാണിത്. ദൈവകൃപയിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഓരോ ശുശ്രൂഷകളും ഒരു ഭക്ഷണം പോലെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനിച്ചവരെയും കഷ്ടപ്പെട്ടവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ ശാലോം കുടുംബത്തെ മുഴുവൻ പ്രാർത്ഥനയിൽ കൊണ്ടുവരാം. ആ ഒരു അധ്വാനത്തിൻ്റെ അനുഗ്രഹം ദൈവം അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതുമാണ്. ഞാൻ ഈ 16 ദിവസങ്ങളിലും പ്രസംഗിച്ച വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വചനങ്ങളാണ്. അല്ലെങ്കിൽ അനേകരുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വലിയ ബൈബിളിലെ 418-ാമത്തെ പേജിൽ, എല്ലാ പേജുകളും അതേ അക്കത്തിലായിരിക്കണമെന്നില്ല, നെഹമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാണ്. നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഓരോ വചനങ്ങൾ കേട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന്. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക, ദൈവകൃപയിലായിരിക്കുക, വചനം കേൾക്കുവാൻ നിങ്ങളുടെ കൂടെയുള്ളവരെയൊക്കെ വിളിക്കുക, ഒരുമിച്ചായിരിക്കുക, സന്തോഷത്തോടെ ഒരു നിമിഷം വന്നിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കേൾക്കാതെ ഈ വചനം കേൾക്കുവാൻ വേണ്ടി ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വരിക, ഒരു ഡയറി എടുത്തുകൊണ്ട് വരിക, ഒരു പേന കയ്യിൽ കരുതുക. എന്നിട്ട് നമുക്കത് എഴുതിയും വായിച്ചും പഠിച്ചും അത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഈ 33 ദിവസവും നമുക്ക് വീണ്ടും നമ്മൾ സന്തോഷത്തോടെ ഓർക്കുന്ന 33 ദിവസങ്ങളായി മാറും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആത്മീയ ചിന്തയാണ്, ദൈവം ഒത്തിരി അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്നു, ദൈവം അനേകരെ തൊടുന്നു, ദൈവം അനേകരെ രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആത്മീയമായി ഞാൻ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ. ഇന്ന് നാം നെഹമിയ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇത് വളരെ സ്പീഡിൽ പ്രസംഗിച്ചു പോകുന്ന ഒരു വിഷയമല്ല. ഇത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയമാണ്. കാരണം ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വിലയുണ്ട്. ഒരാളുടെ പ്രാർത്ഥനയ്ക്ക്. കാരണം ശതകോടീശ്വരനായ ഒരു മനുഷ്യനുണ്ട്, വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം എന്നാന്ന് ചോദിച്ച്. ഏറ്റവും വലിയ അനുഭവം എന്ന് ചോദിച്ചപ്പം എല്ലാവരും വിചാരിച്ച് അദ്ദേഹം വലിയ നേതാക്കന്മാരുടെ കൂടെ ഇരുന്നതാകാം, അല്ലെങ്കിൽ വലിയ മന്ത്രിമാരോടൊപ്പം വേദി പങ്കിട്ട ദിവസമായിരിക്കാം എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നതാണ്, എൻ്റെ അടുത്ത് അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയ ഒരാൾക്ക് വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിച്ച് ഒരു ലെറ്റർ വന്നു. അയാൾക്കൊരു വീൽ ചെയർ മേടിച്ചു കൊടുക്കണത്രേ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു, എന്തായാലും ഇയാൾക്കൊരു വീൽ ചെയർ മേടിച്ചു കൊടുക്കണം. അങ്ങനെ അയാൾ ഒരു വീൽ ചെയർ മേടിച്ചു കൊടുത്തു. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ഇരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യന് ഒരു വീൽ ചെയർ, ശതകോടീശ്വരനായ ഒരു മനുഷ്യന് ഒരു വീൽ ചെയർ മേടിച്ചു കൊടുത്തത് വലിയ കാര്യമായിട്ട് എന്നാ പറയാനാ എന്ന് ചിന്തിക്കും.
അപ്പോൾ ആ മനുഷ്യൻ ആ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ മനുഷ്യനെ ആ വീൽ ചെയറിലേക്ക് എടുത്തിരുത്തി. അതിനുശേഷം ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ കൈ ഉയർത്തി ആ ശതകോടീശ്വരനായ മനുഷ്യന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, ഞാനൊരു വീൽ ചെയർ മേടിച്ചു കൊടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയൊരു മനുഷ്യൻ എൻ്റെ നേർക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്കിന്നു വരെ മറക്കാനാകാത്ത ഒരനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കാനുള്ളതും നമുക്ക് ഏറ്റവും വലിയ ഒരു വിലയാണ്. പ്രാർത്ഥനയുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. ആരായാലും നെഹമ്യ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. നെഹമ്യ ആരാണെന്ന് അത് വ്യക്തമാക്കി തരികയാണ്. നെഹമ്യ ഒരു പ്രശ്നം വന്നപ്പം നെഹമ്യ എടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് കേട്ടോണം. ഒരു വലിയ പ്രതിസന്ധി വന്നപ്പം നെഹമ്യ എടുത്ത നിലപാടെന്താണ്, എടുത്ത തീരുമാനം എന്താണ്? നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എടുക്കുന്ന നിലപാടെന്താണ്, തീരുമാനം എന്താണ്? നെഹമ്യ എന്താ എടുത്തത്? നെഹമ്യ പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുത്തു. തകർന്ന് തരിപ്പണമായൊരു സാഹചര്യത്തെ നെഹമ്യ പുതുക്കി പണിതത് പ്രാർത്ഥനയിലാണ്. നിങ്ങൾ ഈ 17-ാമത്തെ ദിവസം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളുക. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏത് തകർന്ന സാഹചര്യത്തെയും നവീകരിക്കാനും പുതുക്കി പണിയാനും ദൈവത്താൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. ഒരു കഴിവ് കിട്ടും. 1-ാം അധ്യായം, നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ദൈവവചനം ഉണ്ടായിരിക്കട്ടെ. ജസ്റ്റ് അതിലൂടെ ഒന്ന് കടന്നു പോവുക. 2-ാം വാക്യം, എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്ന് പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. ഒരു കാര്യം, കുറച്ച് ആൾക്കാർ വന്നപ്പം ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം, അവിടെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. അതാണ് വിഷയം. 2 വാക്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അവർ പറയുവാണ്, ഒരു ദേശത്തിലെ മുഴുവൻ ആളുകളും കഷ്ടത്തിലും അപമാനത്തിലുമാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ കഷ്ടത്തിലാണോ? നിങ്ങൾ അപമാനത്തിലാണോ? ഇനി കേൾക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അവർ പറഞ്ഞു, ആ ദേശത്തെ ജനങ്ങൾ കഷ്ടത്തിലും അപമാനത്തിലുമാണ്, കഷ്ടതയിലാണ്, വളരെ നാണക്കേടിലാണ്. അപ്പോൾ നെഹമ്യ എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്ന വാക്യം. വായിച്ചു കേൾപ്പിക്കാം. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി അവിടെ കിടക്കുന്നുണ്ട്. അവരൊന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് എന്തൊക്കെയാണ് സംഭവം. കഷ്ടതയിലുമാണ്, അപമാനത്തിലുമാണ്. പിന്നെ പ്രത്യേകത, ജെറുസലേമിൻ്റെ മതിൽ തകർന്ന് കിടക്കുന്നു. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ജീവിതം തകർന്ന് കിടക്കുന്നവരാണ്. കുടുംബം തകർന്നു കിടക്കുന്നു, ഭാവി തകർന്നു കിടക്കുന്നു, സാമ്പത്തികം തകർന്നു കിടക്കുന്നു, ആരോഗ്യം തകർന്നു കിടക്കുന്നു. തകർന്നു കിടക്കുന്ന ഒരാളാണോ? തകർന്നു പോയതിനെക്കുറിച്ചൊരു ദുഃഖമുണ്ടോ നിങ്ങളിൽ? ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കണം. അവർ പറഞ്ഞു, കഷ്ടത്തിലും അപമാനത്തിലുമാണ്. തീർന്നിട്ടില്ല. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കവാടം കത്തി നശിച്ചു, അഗ്നിക്കിരയായി. എന്നിട്ടോ അതെല്ലാം കരിഞ്ഞ് കരിക്കട്ട പോലെ കത്തിയും കത്താതെയും ഒക്കെ അവിടെ അതേപടി കിടക്കുന്നു. ഇപ്പോൾ കിടക്കുന്ന നിലവാരം എങ്ങനെയാണെന്നറിയാമോ? ഒന്നുമില്ലാതെ കത്തിക്കരിഞ്ഞ് മതിലുകൾ പൊളിഞ്ഞ് കഷ്ടത്തിലും അപമാനത്തിലും ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നെഹമ്യ എന്നാ ചെയ്തേ? ഇതെല്ലാം കേട്ടപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്? നമ്മൾ പറയും, തലവര മോശമാണ്, നിന്റെ വിധി ഇങ്ങനെയാണ്, നീ തീർന്നു, നീ നശിച്ചു എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. നെഹമ്യ എന്നാ ചെയ്തതെന്ന് നെഹമ്യയെ കണ്ടു തന്നെ പഠിക്കണം. നെഹമ്യയെ കണ്ടു പഠിക്കാനുണ്ട്. അതാണ് അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇത് കേട്ട് എന്തൊക്കെ കത്തിക്കരിഞ്ഞു കിടക്കുന്നു, ആകെ തകർന്ന് തരിപ്പണമായി തവിടുപൊടിയായി കിടക്കുന്നു. അതുമാത്രമല്ല, കഷ്ടത്തിലും അപമാനത്തിലും കിടക്കുന്നു. ഇത് കേട്ട് കരഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുക, ദിവസങ്ങളോളം വിലപിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ചെയ്തു.
അതായത് കഷ്ടത്തിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ് ആകെ ചാരമായി മതിലുകൾ പൊളിഞ്ഞു കിടക്കുമ്പോൾ നെഹമ്യാ ചെയ്തത് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു, ദൈവസന്നിധിയിൽ ഉപവാസം എടുത്ത് ദൈവത്തോട്, അടുത്ത വാക്യം എഴുതിയിരിക്കാൻ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സാഹചര്യം ഇങ്ങനെ കിടക്കുമ്പോൾ കരഞ്ഞു, ശപിച്ചു, തെറി പറഞ്ഞു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞു, എല്ലാവരോടും ദേഷ്യപ്പെട്ടു എന്നല്ല. നെഹമ്യാ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു, ഒരു ഉപവാസം എടുത്തു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നമ്മളും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും, കത്തിക്കരിഞ്ഞു പോകും, ചിലപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും, അങ്ങനെ കിടക്കും. വഴിയെ പോകുന്നവരൊക്കെ കളിയാക്കും, നിന്ദിക്കും, കഷ്ടത്തിലും അപമാനത്തിലും വരും. ഇതിൽ നിന്ന് എങ്ങനെയാണ്, ചാരത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് എഴുന്നേക്കാൻ പറ്റുക? ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റുക. ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, എന്നിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 5-ാം വാക്യം മുതൽ നെഹമ്യാ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുക. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അകത്തിരുന്നത് മതിയാക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് ജീവിതത്തിൽ എടുക്കുക. ദൈവസന്നിധിയിലിരുന്ന് ഒരു ഉപവാസം എടുക്കുക, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്ക്. കാര്യങ്ങൾ പരിഹരിക്കപ്പെടും, കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. അടുത്ത വാക്യം, ഇങ്ങനെയെല്ലാം കഴിഞ്ഞിരിക്കുമ്പം നെഹമ്യാ വളരെ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-ാം അധ്യായം നെഹമ്യാ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് ഗ്ലാസ്സിനകത്ത് വീഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. വീഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം രാജാവ് ചോദിച്ചു, എന്തുവാണാവോ നിൻ്റെ മുഖം രോഗമുള്ളവനെ പോലെ വിഷാദിച്ചിരിക്കുന്നത്? നിൻ്റെ മുഖത്തെന്തോ ഒരു ദുഃഖമുണ്ട് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2-ാം അധ്യായം. അർത്താക്സർക്സ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. അപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്ന് വീഞ്ഞെടുത്ത് രാജാവിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിനു മുമ്പ് മ്ലാനവതനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല, എന്തുവാ നിൻ്റെ മുഖത്ത് ഒരിക്കലും ഇല്ലാത്തൊരു ദുഃഖമുണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുഖത്തും എന്തോ ഒരു ദുഃഖം ഉണ്ടാകാം, എവിടെയോ ഒരു വിഷമം ഉണ്ടാകാം. ചിലർ ചോദിച്ചിട്ടുണ്ടാകും, എന്താ നിൻ്റെ ഒരു മുഖത്തൊരു ദുഃഖമുണ്ടല്ലോ. നമ്മളെല്ലാവരോടും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ചോദിച്ചു, എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ ദുഃഖിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിൻ്റെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ല, രാജാവ് പറഞ്ഞു. നിൻ്റെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ട്. നമ്മളും ആൾക്കാരോട് പറയില്ല, നിൻ്റെ മനസ്സ്, നീ ഒന്നുമില്ലെന്ന് പറയണ്ട, നിൻ്റെ മനസ്സിൽ എന്തോ ഒരു ദുഃഖമുണ്ട്. മനസ്സിൽ എന്തോ ഒരു ദുഃഖമുള്ളവർ എന്നെ കേൾക്കുന്ന 90% ആൾക്കാരും എന്തോ ഒരു ദുഃഖമുണ്ട്. നിങ്ങളോടാണ് ഈ വചനം സംസാരിക്കുന്നത്. എന്തോ ഒരു ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെഹമ്യാ ഭയത്തോടെ പറഞ്ഞു, പേടിയോടെ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, നിനക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ. എന്നിട്ട് പറയുവാണ്, ഈ അവസ്ഥ രാജാവിനോട് പറയുവാണ്, എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ്, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. സത്യമാണ്, നമ്മളും പറയും, എൻ്റെ വീട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ആയിരിക്കുമ്പോൾ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ, എൻ്റെ സാമ്പത്തികം ഇങ്ങനെ കിടക്കുമ്പോൾ, എൻ്റെ ആരോഗ്യം ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിൻ്റെ ആവശ്യം എന്നാ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അതാണ് 4-ാമത്തെ വാക്യം. രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ? അപ്പോൾ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. ഇതെല്ലാം നടക്കുന്നത് ഭക്ഷണമേശയുടെ അടുത്ത് നിന്ന് സാധാരണ സൗഹൃദ സംഭാഷണം പോലെയാണ്. രാജാവ് ചോദിച്ചു, എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പം ഉടനെ ചാടിയല്ലേ മറുപടി പറയേണ്ടത്? നെഹമ്യായുടെ പ്രത്യേകത കേട്ടോ. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് മറുപടി പറഞ്ഞു. ആ വാക്കെന്തിനാണ് അവിടെ വന്നത്? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് നെഹമ്യാ ഒരു മറുപടി പോലും പറഞ്ഞത്. മറുപടി ചോദിച്ച പാടെ, ഇന്നതാ എൻ്റെ വിഷമം, ഇന്ന കാര്യം ചെയ്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ.
അതാണ് നെഹമിയ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത വിലയാണ്, ദൈവത്തിന് കൊടുത്ത ദൈവത്തോടുള്ള ആത്മബന്ധമാണത് കാണിക്കുന്നത്. രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ? നീ പറഞ്ഞോ, അത് ഇപ്പം തന്നെ അങ്ങ് പാസ്സാക്കിയേക്കാം എന്ന് പറഞ്ഞപ്പം നെഹമിയ സ്വർഗസ്ഥനായ ദൈവത്തോട് ആ ഭക്ഷണമേശയുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു. നിസ്സാര കാര്യമല്ലേ ഒരു മറുപടി പറയുന്ന കാര്യം? അന്നേരം പോലും പ്രാർത്ഥിച്ചിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നെഹമിയായെ കണ്ടു പഠിക്കാനുണ്ട് ഒരുപാട്. നെഹമിയ എന്ന വ്യക്തിയെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ സമയക്കുറവിൻ്റെ ഈ കുഞ്ഞു സമയത്ത് വേഗത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നതെങ്കിലും നിങ്ങളും ഈ വചനങ്ങൾ വായിച്ച് ഈ മനുഷ്യനെ കണ്ടു പഠിക്കണം. നിങ്ങളുടെ മക്കളോടും പറയണം, എന്ത് കാര്യവും ഉടനടി തീരുമാനമെടുക്കരുത്, പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക. എന്നും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണ് നമ്മൾ പലരും. അതിനൊക്കെ വലിയ കാര്യം, ഇത് ഒരു കാര്യം പറയുന്നതിന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരാളോടൊരു മറുപടി പറയുന്നതിന് എന്തിനാ? എല്ലാ കാര്യവും പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ ആ ദേശത്തേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. എന്തിനെന്നറിയോ? അവിടെ ഒരു വാക്കുണ്ട്, പുനരുദ്ധരിക്കുന്നതിന്. പ്രാർത്ഥിക്കുന്നവനാണ് പുനരുദ്ധരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവൻ കുറ്റം പറഞ്ഞ് വിമർശിച്ചും കളിയാക്കിയും തലവരെയാ വിധിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കാത്തവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവനോ അവൻ പുനരുദ്ധരിക്കും. ചാരത്തിൽ നിന്നവൻ പുതുക്കിപ്പണിയും, പൊട്ടിപ്പൊളിഞ്ഞതിൽ നിന്ന് അവൻ പുനരുദ്ധരിക്കും. നെഹമിയ ആരാണ്? നെഹമിയ 1-ാം അധ്യായത്തിൽ നെഹമിയ ആരാണ്? ദൈവസന്നിധിയിൽ കരഞ്ഞ് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചവൻ. രാജാവ് ചോദിച്ചു, എന്നാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മറുപടി പറഞ്ഞാൽ നെഹമിയായിലൂടെയാണ് ഇനിയൊരു പ്രവർത്തനം നടക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെയും അധരങ്ങളെയും ദൈവം പ്രയോജനപ്പെടുത്തും. അവൻ്റെ കരങ്ങളിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ചിലതിനെ അത്ഭുതകരമായി പൊക്കിക്കൊണ്ടുവരും, പണിതുയർത്തും, പുനരുദ്ധരിക്കും. നിങ്ങളുടെ കുടുംബം തകർന്നു പോയതാണോ, ജീവിതം തകർന്നതാണോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ അത് പുനരുദ്ധരിക്കപ്പെടും. അത് പുനരുദ്ധരിക്കപ്പെടും. ദൈവം അതിനുള്ള കൃപയും ശക്തിയും ബലവും നിങ്ങൾക്ക് തരും. ഈ നെഹമിയ പറഞ്ഞു, എന്നെ ഒന്ന് പുനരുദ്ധരിക്കാൻ എനിക്കൊരു പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നീ പോണു? എത്ര ദിവസത്തേക്കാണ് വേണ്ടത്? എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. നോക്കൂ, ഒരു സിനിമ നടക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കത് ഇങ്ങനെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ സംഭവമെല്ലാം നടക്കുന്നത് ഭക്ഷണമേശയുടെ സംഭവമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരി രാജ്ഞിയും അടുത്തുണ്ട്, രാജാവുണ്ട്. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നിനക്ക് അവധി വേണം? എപ്പോൾ തിരിച്ചു വരും എന്നെല്ലാം ചോദിച്ചു. 7-ാമത്തെ വാക്യം, ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധികന്മാർക്ക് കൊടുക്കാൻ എനിക്കൊരു കുഞ്ഞ് കത്ത് തരണം എന്ന് പറഞ്ഞു. ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും ഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ അസാഫിനുള്ള കത്ത് നൽകിയാലും കുറച്ച് തടിയൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു വീടൊക്കെ പണിയണം, അവിടെ ചെന്നിട്ട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അനുവാദവും മേടിച്ച് നെഹമിയ ആ സ്ഥലത്തേക്ക് പോയി. 11-ാമത്തെ വാക്യം, അവർ ജെറുസലേമിൽ 3 ദിവസം അവിടെ താമസിച്ചു. ഇനി സംഭവമാണ് കേട്ടോ. ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ 1-ാമത്തെ അധ്യായം മറന്നു പോകരുത്. നഗരം കഷ്ടത്തിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ് മതിൽ പൊളിഞ്ഞ് നിലത്ത് കിടക്കുകയാണ്. അതിനെ പുതുക്കിപ്പണിയാൻ നെഹമിയ എന്ന പ്രാർത്ഥിക്കുന്ന ഒരാൾ പോവുകയാണ്. ഇനി നെഹമിയായുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം അതിനെ പുതുക്കിപ്പണിതു. പ്രാർത്ഥിക്കുന്ന നീ എന്ന അപ്പനെക്കൊണ്ട്, നീ എന്ന അമ്മയെക്കൊണ്ട്, നീ എന്ന യുവാവിനെക്കൊണ്ട്, നീ എന്ന യുവതിയെക്കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പുതുക്കിപ്പണിയും. എല്ലാം തകർന്നതായിക്കൊള്ളട്ടെ, നിലത്ത് പടിഞ്ഞു പോയതാകട്ടെ, നമ്മൾ പറയില്ലേ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിലത്ത് നാമാവിശേഷമായി, അതേന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവരും, അതേന്ന് ദൈവം വളർത്തിക്കൊണ്ടുവരും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തോന്നാം. അടുത്ത വാക്യം, ജെറുസലേമിൽ നെഹമിയായും കൂട്ടരും പോയി. എല്ലാവരും അവിടെ ചെന്ന് കിടന്നുറങ്ങി. നെഹമിയ രാത്രിയിൽ എഴുന്നേറ്റിട്ട് ജെറുസലേമിന് വേണ്ടി ദൈവം, ആ വാക്യം ഞാൻ വായിക്കാം, 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെ അറിയിച്ചില്ല. അതായത് എല്ലാവരെയും അറിയിക്കരുത്. അതിൽ നിന്നൊരു പാഠമാണ്.
നെഹമ്യായുടെ മനസ്സിൽ ദൈവം ചില ദർശനങ്ങൾ കൊടുത്തു. നീ എങ്ങനെയാണ് പുതുക്കി പണിയേണ്ടത്, നീ എങ്ങനെയാണ് അതൊക്കെ. ദൈവം തരുന്ന ചില കാര്യങ്ങൾ എല്ലാം പറയരുത്. നെഹമ്യ അത് ആരോടും പറഞ്ഞില്ല, ആരെ അറിയിച്ചില്ല. എന്നിട്ട് ഒരു ദിവസം സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കുറുനരി ഉറവ കടന്ന് ആ വാതിലിലെത്തി. ജെറുസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു. അപ്പോൾ അവിടുത്തെ അവസ്ഥയാണ്, തകർന്ന മതിൽ, കത്തി നശിച്ച വാതിൽ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കത്തിക്കരിഞ്ഞ് കത്തിയതും കത്താത്തതുമായ എല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുന്നു. ആരും അറിയാതെ നെഹമ്യ അതെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പം 15-ാമത്തെ വാക്യം, അതിനാൽ രാത്രി ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു, തിരിച്ച് താഴ്വരവാതിലൂടെ മടങ്ങിയും പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല, ആരെ അറിയിച്ചുമില്ല. അങ്ങനെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബൈബിൾ പരിശോധിക്കുക. 17-ാമത്തെ വാക്യം എടുത്തു നോക്കൂ. ഞാൻ അവരോട് പറഞ്ഞു, നെഹമ്യ ആ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ സ്ഥിതി കണ്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞു, നാണത്തിലും അപമാനത്തിലുമാണ് കിടക്കുന്നത്. ആകെ ഡിസോർഡറാണ്, തകർന്നു കിടക്കുന്നു, കത്തി നശിച്ച് കിടക്കുന്നു, ആകെ ഒരു അവശിഷ്ടം പോലെയായി. നിങ്ങളത് കാണുന്നില്ലേ? വരുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, വരുവിൻ, നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത. തിരിച്ചു വന്നിട്ട് നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത്. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഞാൻ വിചാരിച്ചേക്കാളും തകർന്നങ്ങ് പോയി കേട്ടോ, ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല പറഞ്ഞത്. കണ്ടത് മുഴുവൻ കത്തിക്കരിഞ്ഞ് അവശിഷ്ടങ്ങളാണ് കണ്ടതെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിനെ ഒരിക്കലും നിരാശ കയറിയിട്ടില്ല. ആ മനുഷ്യൻ പറയാണ്, എല്ലാവരും വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. നിങ്ങളും പരസ്പരം പറയേണ്ടത്, ഈ 33 ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കുവാണല്ലോ, നമ്മളും നിയോഗത്തിലിരിക്കുവാണല്ലോ. എല്ലാം നശിച്ചു, എല്ലാം പോയി, ഇതൊന്നും ഇനി ശരിയാവില്ല, ഇവൻ്റെ ഭാവി എല്ലാം പോയി, ഇവൻ്റെ കുടുംബജീവിതം എവിടെ ശരിയാകുന്ന, ഇങ്ങനെയൊന്നും പറയരുത്. വരുവിൻ, നമുക്കൊരുമിച്ച് വരാം. വരുവിൻ, പരസ്പരം കൈ കോർക്കാം. വരുവിൻ, കുടുംബത്തിലെ അംഗങ്ങൾ വഴക്ക് കൂടി ബഹളം കൂടി തമ്മിത്തല്ലി ഇരിക്കാതെ നമുക്ക് ഒരുമിച്ച് ചേരാം. ആരെയും തോപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. വരുവിൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ വിഭാഗീയത ഉണ്ടാക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അവിടെ പൊളിറ്റിക്സ് കളിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയിൽ എല്ലാവരും ചേർത്ത് നിർത്തി അവൻ പുതുക്കി പണിയുന്നവനായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത പ്രാർത്ഥിക്കുന്നവനെല്ലാം പ്രാർത്ഥന അഭിനയമായി കൊണ്ട് നടക്കുന്നവരാണ്. പ്രാർത്ഥന അഭിനയിക്കുന്ന ആളുകളുണ്ട്, പ്രാർത്ഥന ജീവിക്കുന്നവരുണ്ട്. ഇത് നെഹമ്യ പ്രാർത്ഥന അഭിനയിക്കുന്ന ഒരാളല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നവൻ എല്ലാവരോടും പറയും, വരുവീൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് നിൽക്കാം, നമുക്കൊരുമിച്ച് പുതുക്കി പണിയാം. ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായം ഇന്ന് ആഗ്രഹിക്കുന്നത്, വരുവിൻ, മാറി മാറി നിൽക്കാതെ വരുവിൻ, അടുത്തു വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പുതുക്കി പണിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, തകർന്നു കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വെച്ച നിയോഗങ്ങൾ തന്നെ പുതുക്കി പണിയേണ്ട നിയോഗങ്ങളല്ലേ? പ്രായമായിട്ടും അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾ, കുടുംബജീവിതം തകർന്നവർ, പുതുക്കി പണിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മളെ കൊണ്ടാണ് ഇതൊക്കെ പുതുക്കി പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളാരും മാറി മാറി നിൽക്കേണ്ടവരല്ല, നമ്മൾ ചില ജീവിതങ്ങളെ പ്രാർത്ഥന കൊണ്ട് പുതുക്കി പണിയേണ്ടവരാണ്. ഓരോ നെഹമ്യാമാരാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും. അങ്ങനെയാകാനാണ് ദൈവം കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം കളിച്ചും വിഭാഗീയത സൃഷ്ടിച്ചും പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥന അഭിനയിക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ ആകാനല്ല ദൈവം വിളിച്ചത്, പ്രാർത്ഥന ജീവിക്കുന്നവരാകാനാണ്. നെഹമ്യ പറഞ്ഞു, വരുവീൻ, നമുക്ക് പുതുക്കി പണിയാം എന്ന് പറഞ്ഞു. ഒരുമിച്ച് പുതുക്കി പണിയാം എന്ന് പറഞ്ഞു. മേലിൽ നമുക്ക് അവമതി ഉണ്ടാകരുത്. 18-ാമത്തെ വാക്യം. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് കാണും, എങ്ങനെ ഇതിൽ നിന്ന് പുതുക്കി പണിയാനാണ്? അപ്പം നെഹമ്യ പറഞ്ഞ മറുപടിയാണ് നിങ്ങളും പറയേണ്ട മറുപടി, ഞാൻ പറയേണ്ട മറുപടി. 18-ാമത്തെ വാക്യം നെഹമ്യ പറഞ്ഞു നോക്കൂ, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നു. ആ വാക്യം മറക്കരുത്. എൻ്റെ ദൈവത്തിൻ്റെ കരം, ഞാൻ ആ വാക്യം അതുപോലെ വായിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. ഒന്നാമത്തേത് നെഹമ്യായുടെ ബോധ്യമാണ്. 33 ദിവസം ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ ഒരുക്കുമ്പം ഈ ബോധ്യത്തിലൊന്ന് പണിയണം നിങ്ങളുടെ ജീവിതം. എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്.
നിങ്ങളെ ചതിക്കുന്ന കരം നിങ്ങൾക്ക് പരിചിതം ഉണ്ടായിരിക്കും. കൂടെ നിന്നിട്ട് ചതിച്ച കരങ്ങളും കൂടെ നിന്നിട്ട് പാരവച്ച കരങ്ങളും ജീവിതങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. നെഹമ്യ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. നിങ്ങൾ മനസ്സിലൊന്ന് ഈ വാക്യം പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ കരം, ആ സഹായിക്കുന്ന കരം എൻ്റെ കൂടെയുണ്ട്, ആ ദൈവത്തിൻ്റെ സഹായം എൻ്റെ കൂടെയുണ്ട്. നെഹമ്യ പറഞ്ഞു. അവരെല്ലാം ശക്തിയോടെ കൂടെ നിർത്തി. ഇതെല്ലാം ചെയ്തപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നെഹമ്യ ഇങ്ങനെ പ്രാർത്ഥനയും മുന്നോട്ട് നീക്കിയപ്പം എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. നീ എന്തുവായി ചെയ്യുന്നത്? ഈ ചാരത്തിൽ നിന്ന് എന്തുവായി പണിയുന്നത്? ഈ കത്തിക്കരിഞ്ഞ് നിന്ന് എന്തെങ്കിലും പണിയാൻ പറ്റുമോ? ഇത് പിടിഞ്ഞു പൊളിഞ്ഞ് എത്ര നാളായി കിടക്കാൻ തുടങ്ങി, നിന്നേക്കാ വലിയവന്മാരെ നോക്കിയിട്ട് നടന്നില്ല എന്നും പറഞ്ഞ് പരിഹസിച്ചു. വായിച്ചു നോക്കിയ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. എന്നാൽ ഹൊറോണ്യനായ സൽബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം എന്ന് ചോദിച്ചു. നെഹമ്യായോട് ചോദിക്കുവാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ കത്തിക്കരിഞ്ഞതൊക്കെ പുനരുദ്ധരിക്കാൻ രാജാവ് വരെ നോക്കിയതാണ്, എന്നിട്ട് നടന്നിട്ടില്ല. അന്നേരമാണോ കുറച്ച് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് നെഹമ്യ പുതുക്കി പണിയുന്നത്? ഇത്രയും പേര് ഒരുമിച്ച് നിന്നിട്ട് നെഹമ്യായോട് പരിഹസിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്നെ, പുതുക്കി പണിയാമെന്ന് പറയുന്ന നിന്നെ, വരുവീൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പുതുക്കി പണിയാമെന്ന് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പലരും ട്രോളിറക്കും, പലരും പരിഹസിക്കും, പലരും വിമർശിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ ഈ നെഹമ്യ അതൊന്നും കേട്ട് ഡൗൺ ആയില്ല. നെഹമ്യ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ? 20-ാമത്തെ വാക്യം. നെഹമ്യ മറുപടി നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അതിനൊക്കെ മറുപടി നൽകണം. അവിടെ തല താഴ്ത്തി പോകാനല്ല ദൈവം നിന്നെ വച്ചിരിക്കുന്നത്. നെഹമ്യ അത് കേട്ട് തല താഴ്ത്തി നേരെ വീട്ടിലോട്ട് പോയി കരഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. നെഹമ്യ മറുപടി നൽകി. ആ വാക്യം മറുപടി എന്നാന്ന് കേട്ടെ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്ന് മറുപടി കൊടുത്തു. ഇതുപോലൊരു മറുപടി എല്ലാ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെയും അതരത്തിൽ വേണം. പ്രാർത്ഥിക്കുന്നവനെ വിമർശിക്കും, കളിയാക്കടാ, നിന്നേക്കാൾ വലിയൊരു നോക്കിയിട്ട് നടന്നിട്ടില്ല, നിന്നേക്കാൾ വലിയ ആൾക്കാർ പരിശ്രമം നടന്നില്ല, പിന്നെയാണ് നീ പ്രാർത്ഥനക്കാരനായി നീ നോക്കുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. നിങ്ങളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉറക്കെയൊന്നും പറയാൻ പറ്റിയില്ലേലും ഈ വാക്യം ഒന്ന് മനസ്സിൽ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് 10 പ്രാവശ്യം ഈ ക്ലാസ് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് അല്ലെ ആരാധനയുടെ ഇടയിൽ പറയണം, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം എൻ്റെ കുടുംബത്തിന് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം. ഇത് പറയുന്നത് വചനമാണ്. 2-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. നെഹമ്യ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു നിന്ന് പണിയും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത അധ്യായം ഏതെന്നറിയോ? 3-ാം അധ്യായമാണ്. മതിൽ പുനരുദ്ധരിക്കപ്പെടുന്നു. 4-ാം അധ്യായം എന്നറിയോ? മതിൽ പണിക്ക് ചില തടസ്സങ്ങളുണ്ടായി. അടുത്ത 6-ാം അധ്യായത്തിൻ്റെ അവസാനം മതിൽ പണി പൂർത്തിയാകുന്നു. എവിടെ നിന്നാന്ന് ഓർക്കണം. ഒരു മതിൽ പണിയുമ്പോൾ നമ്മൾ ഇന്ന് മതിൽ പണിത ഒരു മതിൽ കണ്ടിട്ട് അതുപോലാന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് കത്തിക്കരിഞ്ഞ് കിടന്നതാണ്. പലരും കളിയാക്കി. ഇതിൽ നിന്ന് രാജാക്കന്മാർ പോലും നോക്കിയിട്ട് നടന്നിട്ടില്ല. നിന്നേക്കാൾ പണമുള്ളവനും സ്വാധീനമുള്ളവനും നോക്കിയിട്ട് നടന്നിട്ടില്ലാത്തതാണോ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? നീ ചെയ്യുമോ? ഇതാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന രാജാക്കന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ദൈവത്തിൻ്റെ കരം, പ്രാർത്ഥിക്കുന്നവൻ്റെ കരം ദൈവത്തിൻ്റെ കരമായി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ സ്വരമായി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി മാറും. നെഹമ്യായുടെ ബോധ്യം എന്നതാ. പലരും കളിയാക്കിയപ്പം എന്നെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഹായത്തിൽ ഞങ്ങൾ പുതുക്കി പണിയും. എന്തേലും കേട്ട്, എന്തേലും ഒരു വിമർശനം കേട്ട്, എന്തേലും ഒരു കളിയാക്കൽ കേട്ട് അന്നേരെ കരഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് ഓടുന്ന ഒരു നെഹമ്യായെ കാണുന്നില്ല. ധൈര്യത്തോടെ നിൽക്കുക. 1-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നവന് ധൈര്യമുള്ളവനായിരിക്കും. അവനങ്ങനെ പെട്ടെന്ന് പതറത്തില്ല. എവിടെയും പെട്ടെന്ന് പതറരുത്, പെട്ടെന്ന് ഡെസ്പായി പോകരുത്. എന്തേലും കേൾക്കുമ്പോഴേ ആ മുറിയിലോട്ട് പോയി 3 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാതെ അടച്ചിരിക്കരുത്. നെഹമ്യായെ കണ്ടുപഠിക്കുക. ഈ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ ബൈബിളിലുണ്ട്. ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. എനിക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിന് ഇതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം വരെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കയ്യിലുള്ള പേന കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരച്ചു നോക്ക്. എവിടെയും പോകണ്ട. നിങ്ങൾ ആ വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നവൻ പുതുക്കി പണിയുന്നത് എന്ന് കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. നെഹമ്യ മതിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുമ്പം ഒരാൾ വന്ന് ചോദിച്ചു, എടാ, ഒരു കുറുനരി പോയാൽ ഇടിഞ്ഞു പോകുന്ന മതിലാണല്ലോടാ നീ പണിയുന്നതെന്ന്. 4-ാം അധ്യായം വായിച്ചു നോക്ക്. ചോദിച്ചു, ഒരു കുറുനരി, ഒരു കുറുക്കം പോയാൽ മതിലിടിഞ്ഞ് വീഴുമല്ലോ എന്ന് ചോദിച്ചു. നെഹമ്യ അതൊന്നും മൈൻഡ് ചെയ്തില്ല.
ആ പണി പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ ഏത് തകർന്നതിനെയും പുതുക്കി പണിയും. നിങ്ങളുടെ ജീവിതമാണോ തകർന്നത്? കുടുംബമാണോ തകർന്നത്? ബന്ധമാണോ തകർന്നത്? ദൈവം അതിനെ ആ ഒന്നുമില്ലായ്മയെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട് അതിനെ പുതുക്കി പണിയിക്കും. ഇത് 17-ാമത്തെ ദിവസമാണ്. ഈ പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതും യാഥാർത്ഥ്യമായി നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചത്, പ്രസംഗിച്ചത് വാക്കിൽ മാത്രം ആകാശത്തോടെ പോകുന്നൊരു വാക്കല്ല, അത് ജീവിതത്തിലെ പണിയുന്ന അനുഭവമായി മാറട്ടെ. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. ഇന്ന് കേട്ടത് നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്കാണ്. പ്രാർത്ഥിക്കുന്നവൻ പുതുക്കി പണിയും. അവൻ ജീവിതത്തെ പണിയും, കുടുംബത്തെ പണിയും. അവൻ്റെ ബിസിനസ്സാണോ, സാമ്പത്തികമാണോ, ബന്ധമാണോ, മക്കളാണോ, അല്ലെങ്കിൽ ഭാവിയാണോ, എന്താണോ തകർന്നത്, അതിനെക്കുറിച്ചൊന്നും അവൻ വിഷമം. അവനൊരു സ്റ്റെപ്പ് എടുക്കും, പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കും, അങ്ങ് കരയും ദൈവസന്നിധിയിൽ. ആ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇരുട്ടിലെ വെളിച്ചങ്ങളാണെന്നാണ് പറയുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, എന്നെ അറിയുന്നവർ, അറിയാത്തവർ, ആരൊക്കെയോ ഈ വചനം കേൾക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവം എന്നെ കൂടുതലായി അറിയാനല്ല ഇടവരേണ്ടത്, ഈ ബൈബിളിലെ ദൈവത്തെ അനേകായിരങ്ങൾ അറിയാൻ ഇടവരട്ടെ. അനേകായിരങ്ങൾ എൻ്റെ സ്വരമല്ല കേൾക്കേണ്ടത്, ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹത്തോടെ എഴുന്നേൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ആളുകളാണ്, അക്രൈസ്തവരാണ്. ദൈവത്തിൻ്റെ വചനം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഒരു അക്രൈസ്തവൻ വന്ന് ചോദിക്കുകയാണ്, ഒരു ബൈബിൾ തരുമോ? എനിക്കൊരു ബൈബിൾ തരാമോ ഇവിടുന്ന്? അതിന് എത്രയാണ് കാശ്, എത്രയാണ് രൂപ? ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ചോദിക്കത്തില്ല ഇത്ര കാര്യമായിട്ട്. അയാൾ ബൈബിൾ മേടിച്ചത് 2 കൈ കൊണ്ടാണ്. അയാൾ ബൈബിൾ മേടിച്ച് അന്നേരം ഒരു പ്രത്യേകമായ തുണിയിൽ അത് പൊതിഞ്ഞു കഴിഞ്ഞ് അയാളുടെ ബാഗിൽ അത് വളരെ സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞു. ഏതോ നിധിയുള്ള, ഒത്തിരി വിലയുള്ള ഒരു സ്വർണം നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ് അയാൾ, ഒരു അക്രൈസ്തവനായ മനുഷ്യൻ, ഈ ബൈബിൾ മേടിച്ച് കൊണ്ടുപോയത്. എനിക്കെന്നും വായിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം പാരമ്പര്യമായി ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ കാര്യമില്ല. അത് വായിക്കണം, അത് പഠിക്കണം, അത് അറിയണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം താഴോട്ടല്ല, അത് പുതുക്കി പണിതുകൊണ്ടേയിരിക്കും ദൈവം. നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പ്രസംഗിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി മാറും. നിങ്ങളുടെ ജീവിതം ദൈവം പുനരുദ്ധരിക്കും. നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് പരാജയമല്ല, വിജയം നൽകും. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറും. നല്ല ജീവിതവും ഭാഗ്യവും ഭാവിയും ഒക്കെ ദൈവം എനിക്ക് തരും. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി സഹായിക്കും. പ്രിയപ്പെട്ടവർ, ഈ 17-ാമത്തെ ദിവസത്തെ ആരാധനയിലേക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും എഴുതി സമർപ്പിച്ച നിയോഗങ്ങളും ചേർത്ത് വെച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് നമുക്കൊരു മനസ്സോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേ വീടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേ വീടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാ
ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഈ ആരാധനയുടെ ഈ ഒരു നിമിഷത്തിൽ വിമലപാതിയിൽ എന്ന ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കാം. അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം. യേശു കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോൾ ആ യാത്രയിൽ പലരും ഓടിയെങ്കിലും പലരും മാറിപ്പോയെങ്കിലും അമ്മ മാത്രം യേശുവിനെ ഉപേക്ഷിക്കാതെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ഇതുപോലെ നിങ്ങളുടെ ജീവിതയാത്രയിലും അമ്മയുടെ മാധ്യസ്ഥവും സഹായവും എന്നും എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രിയപ്പെട്ട കുടുംബങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രോഗികളായിട്ടുള്ളവരെ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയോട് ചേർത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് തന്നെ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോയെ അങ്ങ് ഞങ്ങളെ തൊടണമേ. ഈശോയെ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ. രോഗികളെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ സ്പർശിക്കണമേ. നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മഹത്വം നൽകുന്നു, മഹത്വം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാ ഈശോ മിശിഹാ വഴിയായി നൽകിയിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം മക്കൾ ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇപ്പോൾ നൽകിയിടണമേ നൽവരങ്ങൾ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ അമ്മേ മാതാവേ, നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാ ഈശോ മിശിഹാ വഴിയായി നൽകിയിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയുടെ ശക്തിയേറിയൊരു മാധ്യസ്ഥമുണ്ട്. ഇപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തെ തളർത്തുകയല്ല, വളർത്തുക തന്നെ ചെയ്യും. ഈ ദിവസം നമ്മൾ പ്രത്യേകം കണ്ടു പ്രാർത്ഥിച്ചത് നെഹമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ്.
ഈ പ്രവചന പുസ്തകത്തിലെ വചനം ശ്രദ്ധിച്ചോ? ഇന്ന് നമ്മൾ കേട്ടു, നെഹമിയ എന്ന വ്യക്തിയുടെ ഒരു വലിയ സാഹചര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, പ്രവാസത്തെ അതിജീവിച്ച ജനം ഇപ്പോൾ കഴിയുന്നത് കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതാണ് നെഹമിയ ഈ ഒരു വചനത്തിൻ്റെ ഈ ഒരു ഭാഗം പ്രാർത്ഥിക്കുമ്പോൾ നെഹമിയ അനുഭവിച്ച സാഹചര്യം. ഒരുപക്ഷെ ഇന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഇതുപോലൊരു മറ്റൊരു സാഹചര്യത്തിലായിരിക്കാം. നിങ്ങൾ ഒരു പ്രശ്നത്തിലാണോ? നിങ്ങളൊരു പ്രതിസന്ധിയിലാണോ? ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദിവസമാണിന്ന്. ദൈവം നിങ്ങളുടെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുന്ന സമയമാണ്. എനിക്ക് ലോകം മുഴുവൻ എതിരായാലും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നിനക്ക് അനുകൂലമാണ്. നോക്കൂ, നെഹമിയ അനുഭവിച്ച സാഹചര്യം. അവിടുത്തെ ജനങ്ങൾ കഷ്ടതയിലും അപമാനത്തിലുമാണ്. അതിൻ്റെ മതിലുകൾ തകർന്ന്, അതിൻ്റെ കവാടം അഗ്നിക്കിരയാക്കി തകർന്ന് കത്തിക്കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നെഹമിയ എന്താണ് മുന്നോട്ട് വച്ച നിലപാട്, മുന്നോട്ട് വച്ച സ്റ്റെപ്പ് ഏതാണ് എന്നറിയണം. നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ വചനത്തിലൂടെ കണ്ടു, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നെഗറ്റീവായൊരു നിലപാടായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ മനസ്സും അടുത്തൊരു അനുഭവത്തിലേക്കാണ് പോവുക. എന്നാൽ നെഹമിയ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് നിലത്തിരുന്ന് നെഹമിയ ദിവസങ്ങളോളം വിലപിച്ചു, കരഞ്ഞു. അതുമാത്രമല്ല, ഉപവാസമെടുത്തങ്ങ് പ്രാർത്ഥിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. സാഹചര്യം ഇതാണ്. കഷ്ടതയിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ നിലയിലും തകർന്നു കിടക്കുന്ന അവസ്ഥയിലുമാണ്. ഇതിന് 4 സാഹചര്യം ഉണ്ടെങ്കിൽ 4 സ്റ്റെപ്പാ നെഹമിയ എടുത്തത്. വിലപിച്ചു, ദൈവസന്നദ്ധിയിൽ കരഞ്ഞു, ഉപവാസമെടുത്തു, പ്രാർത്ഥിച്ചു, ദൈവസന്നദ്ധിയിൽ എളിമപ്പെട്ടു. ഇതാണ് ഇങ്ങനെ ഇത്രയും വലിയ ഗുരുതരമായൊരു പ്രശ്നത്തെ നെഹമിയ പരിഹരിക്കാൻ കണ്ടെത്തിയ വഴി. നിങ്ങളുടെ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. നിങ്ങളുടെ ഏതു സാഹചര്യത്തിനും ദൈവസന്നദ്ധിയിൽ ഉത്തരവുണ്ട്, പരിഹാരമുണ്ട്. അങ്ങനെങ്കിൽ നിങ്ങളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യവും ഒരുപക്ഷെ ജെറുസലേമിൻ്റെ മതിലുകൾ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത് പോലെ, അതേപടി തകർന്നു കിടക്കുന്നത് പോലെ, നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ താങ്ങാനാവുന്നതിലധികമുള്ളൊരു ദുഃഖത്തിൻ്റെ ഭാരമായിരിക്കാം, ഒരു സഹനമായിരിക്കാം. മതിലുകൾ തകർന്നു കിടക്കുന്നു, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയം. അപ്പോൾ നെഹമിയ മുന്നോട്ട് വരികയാണ്. പ്രാർത്ഥന കേൾക്കുന്ന, ആരാധനയിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ നെഹമിയയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെഹമിയയാണ്. നിങ്ങളാണ് ഇതുപോലെ ദൈവസന്നദ്ധിയിൽ വിലപിച്ചും പ്രാർത്ഥിച്ചും ഉപവാസമെടുത്തും ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. നെഹമിയ അങ്ങനെയാ പരിഹരിച്ചത്. അങ്ങനെ പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിക്കുക, എന്നിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. നെഹമിയ അറിഞ്ഞ സാഹചര്യം ഇങ്ങനെയാണ്. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, എല്ലാം ഡിസോർഡറായി കിടക്കുന്നു. അതിൻ്റെ മതിലുകളും അതിൻ്റെ കവാടങ്ങൾ കത്തിക്കരിഞ്ഞ് ചാരമായും അല്ലാതെയും കരിഞ്ഞ് അടയാളങ്ങളോടെ കിടക്കുന്നു. അത് പുനരുദ്ധരിക്കാൻ സാധിക്കാത്ത വിധം തകർന്നിരിക്കുന്നു. നെഹമിയ എന്തു ചെയ്തു? ദൈവസന്നദ്ധിയിൽ ഉപവസിച്ചു, ദൈവസന്നദ്ധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവസന്നദ്ധിയിൽ വിലപിച്ചു. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തകർന്നു കിടന്നതിനെ നെഹമിയായിലൂടെ അത് ദൈവം പുതുക്കി പണിതു. മനസ്സിലൊന്ന് പറ, എൻ്റെ ഏതു സാഹചര്യവും തകർന്നതോ തളർന്നതോ കത്തിക്കരിഞ്ഞതോ അതോ നിലത്തു കിടക്കുന്ന രീതിയിൽ മതില് പോലെ തകർന്ന് നിലത്തു കിടക്കുന്ന അവസ്ഥയിലാണോ? നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയുന്ന സമയമാണ്. പുതുക്കി പണിയും. ആരിലൂടെയോ അല്ല, പ്രാർത്ഥിച്ച, ഉപവാസമെടുത്ത,
ദൈവസന്നിധിയിൽ കരഞ്ഞ നെഹമിയായിലൂടെയാണ് ദൈവം അത് പുതുക്കി പണിതത്. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിങ്ങൾ കുടുംബത്തിലിരുന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വീടിൻ്റെ സാഹചര്യം, കുടുംബത്തിൻ്റെ സാഹചര്യം, മക്കളുടെ സാഹചര്യം, ജീവിത പങ്കാളിയുടെ സാഹചര്യം, വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം എല്ലാം ഒന്ന് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ കുടുംബത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ ഭാവിയെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളെ പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. കർത്താവ്, വചനം കേൾക്കുന്ന ആരാധനയിൽ ഇരിക്കുന്ന ജീവിതങ്ങളെ പുതുക്കി പണിയണമേ കർത്താവെ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. അർത്ഥമറിഞ്ഞു ചേർന്ന് എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. സ്വരമുയർത്തിയൊന്ന് പാടാം. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. പുതുക്കി പണിയാൻ ഈ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി. പ്രിയപ്പെട്ടവരെ, നെഹമിയ തകർന്ന് അടിഞ്ഞ് നിലം പറ്റിക്കിടന്ന ഒരവസ്ഥയെ പുതുക്കി പണിതത് ഒരു വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനല്ല, പ്രാർത്ഥിച്ച നെഹമിയയാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ കഴിവുള്ളവരെയും സ്വാധീനമുള്ളവരെയും ആൾക്കാരെയൊക്കെ നമുക്കും പരിചയവും ബന്ധമുണ്ട്. പക്ഷെ നിസ്സാരനായൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും നിന്റെ തകർന്ന ജീവിതത്തെ പുതുക്കി പണിയാൻ ദൈവം ഒരുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ. നെഹമിയ ഇങ്ങനൊരു സാഹചര്യം കണ്ടപ്പോൾ നെഹമിയ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ കുറേ വിമർശനങ്ങൾ നേരിട്ടു. ചിലർ പറഞ്ഞു, രാജാക്കന്മാർ വരെ നോക്കിയിട്ട് നെഹമിയ ഇതൊന്നും പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ നീ? അങ്ങനെ വളരെ നിസ്സാരമായി നെഹമിയയുടെ പ്രവർത്തനത്തെ കണ്ടു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇതുകൊണ്ട് എന്നാ നടക്കാനാ, പിന്നെ ഇതിനേക്കാൾ വലിയൊരു നോക്കിയിട്ട് നടന്നിട്ടില്ല എന്നൊക്കെ പറയുമായിരിക്കും. മനസ്സ് തളരരുത്. പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. നെഹമിയ എന്ന വ്യക്തി അറിഞ്ഞ ഒരു കാര്യമാണ്, രാജാക്കന്മാരടക്കം ഈ തകർന്നു പോയ മതിൽ പണിയാനും അതിനെ കത്തിക്കരിഞ്ഞ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് മടുത്തിട്ട് ഉപേക്ഷിച്ച് പോയതാ. അവിടെയാണ് ഉപവാസമിരുന്ന പ്രാർത്ഥിച്ച
ദൈവസന്നിധിയിൽ വിലപിച്ച നെഹമിയ വളരെ നിസ്സാരമായി 3-4 അധ്യായത്തിൽ കാണാൻ പറ്റും. നെഹമിയ മതിൽ പുതുക്കി പണിതുന്ന. അതുപോലെ നിങ്ങൾ മനസ്സിലൊരു 3-4 പ്രാവശ്യം ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പറയണം, എൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും, എൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കത്തിക്കരിഞ്ഞതുപോലെയൊക്കെയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇടിഞ്ഞ മതിലുപോലാണ്. ഇന്നതെല്ലാം തകർന്ന് 4 വഴിക്കാണ്. പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഈ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ സാമ്പത്തികത്തെയൊക്കെ ദൈവം പുതുക്കി പണിയും, പുതുക്കി പണിയും, പുതുക്കി പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നെഹമിയായുടെ ഈ പുതുക്കി പണിയാനൊക്കെ ഇറങ്ങുമ്പോൾ നല്ല കുറച്ച് ബോധ്യങ്ങളുണ്ടായിരുന്നു നെഹമിയായിക്ക്. ഒന്നാമത്തെ ബോധ്യം ഇതാണ്. നെഹമിയ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. നമുക്കതൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നെഹമിയ പറഞ്ഞ കാര്യമാ, സ്വർഗത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ വിമർശിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ഞങ്ങളെ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. ഞാൻ പുതുക്കി പണിയുന്നത് എൻ്റെ കൈ കൊണ്ടും എൻ്റെ ബലം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒന്നും മാത്രമല്ല, സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശാലോം TV-യിലൂടെ നിങ്ങൾ ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ കരം നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. നമുക്കൊന്ന് ഏറ്റുചൊല്ലി ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നെഹമിയ പറഞ്ഞ കാര്യമാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിന് കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, മനസ്സിരുത്തി ബോധ്യത്തോടെ, സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിൻ്റെ ആ വലിയ കരം എൻ്റെ സഹായത്തിനുണ്ട്, എൻ്റെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ, എൻ്റെ സഹായത്തിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ബോധ്യത്തോടെ അപ്പൊ നെഹമിയ ഒരു പുതുക്കി പണിയാൻ പോകുന്നത് ചുമ്മാ സാധാരണ പോലല്ല, നല്ല കോൺഫിഡൻസോട് കൂടിയാണ്. കോൺഫിഡൻസ്, അതായത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ദൈവം കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അവൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ്. അസാധാരണമായ ആത്മധൈര്യം. ആത്മധൈര്യം. പലരും പറഞ്ഞു നടക്കുകയല്ലെന്ന്, പലരും പറഞ്ഞു ലഭിക്കുകയല്ലെന്ന്, പലരും പറഞ്ഞു ശരിയാകുകയല്ലെന്ന്. നെഹമിയായിക്കറിയാം, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്, ഇത് നടക്കും, ഇത് ശരിയാകും, ഇത് ഞാൻ പുതുക്കി പണിയും എന്ന് തീരുമാനിച്ചു. ഒരു അസാധാരണമായ കോൺഫിഡൻസ് നെഹമിയായിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ദൈവം ഒരു അസാധാരണമായ കോൺഫിഡൻസ്, പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല, നടക്കത്തില്ലെന്നൊക്കെ. അതൊക്കെ കീറിക്കളഞ്ഞേ, അതൊക്കെ വേണ്ടാത്തൊരു കടലാസ് കളയുന്നത് പോലെ കളഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം വന്നേ. ഒരു ആത്മധൈര്യം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരം നിന്റെ സഹായത്തിനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നെഹമിയ പറഞ്ഞൊരു വാക്കുണ്ട്, 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നെഹമിയ മറുപടി നൽകി, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. നല്ലൊരു വാക്കല്ലേ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം. നെഹമിയ തൻ്റെ കൂടെയുള്ളവരോട്, പ്രാർത്ഥിക്കുന്ന തൻ്റെ ഒപ്പം നിൽക്കുന്നവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മനസ്സുമടുക്കാതെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. എന്നെ ആരാധനയെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരോട്, നിങ്ങളുടെ ഒപ്പമുള്ളവരോട് നിങ്ങൾ പറയേണ്ട വാക്കാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയണം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയേണ്ട ദൈവീകമായ ഒരു വാക്കാണ്, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം തരും. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ കാര്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം പറഞ്ഞേ, സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. ഈ ബോധ്യമാണ് നെഹമിയായുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. എൻ്റെ സഹായത്തിന് വേറെ ആരും ഇല്ല എനിക്ക്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അത് മാത്രമേ ഉള്ളൂ. ആ കരം എനിക്ക് വിജയം തരും. ആ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തകർന്ന സാഹചര്യത്തെയും ജീവിതത്തെയും ഈ ദൈവം പുതുക്കി പണിയും. ഒരു മതിൽ, തകർന്നു കിടന്ന മതിലിനെ നെഹമിയ എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ
പുതുക്കി പണിതെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ആരാധിക്കുന്ന നിങ്ങളെ കൊണ്ട് ചില വലിയ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ചെയ്യിക്കും. ഒന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ പുതുക്കി പണിയണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും. എൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ദൈവസ്വരം മുഴങ്ങട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം പുതുക്കിപ്പണിയും. ജീവനെ ദൈവം പുതുക്കിപ്പണിയും. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കും. ഹല്ലേലൂയ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ചേർന്ന് പാടാം. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ചേർന്ന് പാടാമോ? നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. ഈ ആരാധനയിൽ നിങ്ങൾ ലഭിച്ച കോൺഫിഡൻസ് എന്നറിയാമോ? ദൈവം നിങ്ങളെ പുതുക്കി പണിയും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം സഹായത്തിന് എൻ്റെ കൂടെയുണ്ട്. നെഹമ്യാ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, എനിക്ക് വിജയം നൽകും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഇന്നത്തെ പ്രവൃത്തി. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. ഈ വചനഭാഗം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.